നമസ്കാരം. എശ്രീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെം ഫോർ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ആ മോഡ്യൂളിന്റെ ബാലൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോസ് കാണുന്ന എല്ലാവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമാണെങ്കിലോ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെങ്കിലോ ഒക്കെ എശ്രീ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർദാർ വല്ലഭായി പട്ടേലിന്റെ റോളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് VP മേനോന്റെ റോളാണ്. റോൾ ഓഫ് VP മേനോൻ. ഹി സെർവ്ഡ് ആസ് അസിസ്റ്റന്റ് സെക്രട്ടറി ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ദ റീഫോംസ് ഓഫീസ് ഫ്രം 1933 ടു 1934. 1933 1934 പീരീഡിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റീഫോംസ് ഓഫീസിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം 34-35 പീരീഡിൽ അണ്ടർ സെക്രട്ടറി ആയും 35-40 പീരീഡിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടും അതുപോലെ 41-42 പീരീഡിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, 1933-34 പീരീഡിൽ അദ്ദേഹം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റീഫോം ഓഫീസിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചു. അത് കഴിഞ്ഞ് 34-35 പീരീഡിൽ അണ്ടർ സെക്രട്ടറി ആയിട്ടും 35-40 പീരീഡിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടും അതുപോലെ 41-42 പീരീഡിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഹി ബിക്കം ദ ഹയസ്റ്റ് സെർവിംഗ് ഇന്ത്യൻ ഓഫീസർ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സെർവിംഗ് ഇന്ത്യൻ ഓഫീസർ ആയിരുന്നു ആര്? VP മേനോൻ. He was the secretary in the Ministry of State, which was established by the Government of India in 1947 to deal with the accession of princely states. 1947 പ്രിൻസിലി സ്റ്റേറ്റ്സിന്റെ അക്സഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പ്രത്യേക വിങ് ആണ് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ അതിലെ സെക്രട്ടറി ആയിരുന്നു ആര്? VP മേനോൻ. ഹിസ് ബുക്ക് ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്? ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇറ്റ് വാസ് മേനോൺസ് പോളിസി പൈലറ്റഡ് ബൈ സർദാർ പട്ടേൽ ദാറ്റ് വാസ് ഫൈനലി റിഫ്ലക്റ്റഡ് ഇൻ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ. ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ എന്ന് പറയുന്ന പോളിസി ആരുടെ ഐഡിയ ആയിരുന്നു? VP മേനോന്റെ ഐഡിയ ആയിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന പോളിസി ആയിരുന്നു ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ. പക്ഷെ അത് ആരാണ് പൈലറ്റ് ചെയ്തത്? ആരായിരുന്നു അതിന്റെ പൈലറ്റ്? സർദാർ പട്ടേൽ ആയിരുന്നു ആ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ എന്ന് പറയുന്ന പോളിസിയുടെ പൈലറ്റ്. പക്ഷെ പോളിസി ആരുടെ ഐഡിയ ആയിരുന്നു? VP മേനോന്റെ ഐഡിയ ആയിരുന്നു. വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് ടു വിച്ച് മേനോൻ ട്രാവൽഡ് ടു സെക്യൂർ ഇറ്റ്സ് ആക്സഷൻ വാസ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ആക്സഷന് വേണ്ടിയിട്ട് VP മേനോനാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന പറഞ്ഞ സ്റ്റേറ്റിലേക്ക് ട്രാവൽ ചെയ്തിരുന്നത്. On October 26, the Defense Committee of the Indian government held a meeting to discuss the viability of a military intervention in Jammu and Kashmir. ഒക്ടോബർ 26 ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡിഫൻസ് കമ്മിറ്റി ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. അവിടെ എന്താണ് ഡിസ്കസ് ചെയ്തത്? വയബിലിറ്റി ഓഫ് എ മിലിറ്ററി ഇന്റർവെൻഷൻ ഇൻ ജമ്മു കാശ്മീർ. ലോർഡ് മൗണ്ട് ബാറ്റൻ, ഹു വാസ് പാർട്ട് ഓഫ് ദിസ് മീറ്റിംഗ്, ഒബ്സർവ്ഡ് ദാറ്റ് സിൻസ് ജമ്മു ആൻഡ് കാശ്മീർ ഹാഡ് നോട്ട് അക്സീഡഡ് ടു എയ്തർ ഇന്ത്യ ഓർ പാകിസ്ഥാൻ, ഇറ്റ് വാസ് ആൻ ഇൻഡിപെൻഡന്റ് കൺട്രി. അപ്പോൾ October 26 ആ ഒരു പീരീഡിലൊക്കെ കാശ്മീരിൽ പാകിസ്ഥാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ചു, അവിടെ ഒക്യുപ്പൈ ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചു. അപ്പോഴേക്കും കാശ്മീരിലെ രാജാവ് ഹരിസിംഗ് ഇന്ത്യൻ ആർമിയുടെ ഹെൽപ്പ് ആവശ്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഡിഫൻസ് കമ്മിറ്റി അവരെ ഹെൽപ്പ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫൻസ് കമ്മിറ്റി ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. ആ മീറ്റിംഗിൽ ലോർഡ് മൗണ്ട് ബാറ്റനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? കാശ്മീർ ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാൻ യൂണിയനിലോ ജോയിൻ ചെയ്തിട്ടില്ല. അതൊരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേരുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ലോർഡ് മൗണ്ട് ബാറ്റൻ പറഞ്ഞു. According to Mountbatten, if the Maharaja acceded to India, troops could be sent to rescue the states. അപ്പോൾ മൗണ്ട്ബാറ്റൻ എന്ത് പറഞ്ഞു? കാശ്മീരിലെ മഹാരാജ ഇന്ത്യൻ യൂണിയനുമായിട്ട് ചേരാൻ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവർ സമ്മതിച്ചാൽ മാത്രം പോരാ, ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ സൈൻ ചെയ്യണം അല്ലേ? അപ്പോൾ അതിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇന്ത്യൻ ട്രൂപ്സിനെ
ആ രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കാശ്മീരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് അയക്കാം എന്ന് ലോർഡ് മൗണ്ട് ബാറ്റൻ പറഞ്ഞു. സബ്സിക്വൻ്റ്ലി ഇറ്റ് വാസ് മേനോൻ ഹൂ ഇമ്മീഡിയറ്റ്ലി ഫ്ലൂ ടു ജമ്മു ആൻഡ് സെക്യൂർഡ് ദ മഹാരാജ സിഗ്നേച്ചർ ഓൺ ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മേനോനാണ് പെട്ടെന്ന് തന്നെ ജമ്മുവിലേക്ക് ചെന്നിട്ട് മഹാരാജയുടെ സിഗ്നേച്ചർ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷനിൽ മഹാരാജയുടെ സിഗ്നേച്ചർ വാങ്ങിയത് ആരാണ്? മേനോനാണ്. വിത്ത് ആക്സഷൻ സെക്യൂർഡ്, ദ നെക്സ്റ്റ് ചാലഞ്ച് ഫോർ മേനോൻ ആൻഡ് ഹിസ് ടീം ഇൻ ദ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്സ് വാസ് ടു എൻഷുവർ കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷനൊക്കെ സെക്യൂർ ചെയ്തതിന് ശേഷം വി.പി. മേനോനും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്സിലുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് ടീം മെമ്പേഴ്സിൻ്റെയൊക്കെ ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു? കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ എൻഷുവർ ചെയ്യുക എന്നുള്ളതായിരുന്നു. This was legally complex but politically straightforward matter in respect of most princely states. Most princely statesന്റെ കാര്യം വെച്ച് നോക്കിയാലും ഈ പ്രോസസ്സ്, ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ലീഗലി കോംപ്ലക്സ് ആണ്, പക്ഷെ പൊളിറ്റിക്കലി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ദ നെഗോഷിയേഷൻസ് ബിറ്റ്വീൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഷെയ്ഖ് അബ്ദുള്ള, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, ഇൻ റിലേഷൻ ടു ജമ്മു ആൻഡ് കാശ്മീർസ് സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ ഫെയിൽഡ് ടു പ്രൊഡ്യൂസ് എ മ്യൂച്വലി അക്സെപ്റ്റബിൾ റിസൾട്ട്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയും അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ റെപ്രസെൻറ്റേറ്റീവ്സും തമ്മിൽ ചില ചർച്ചകളൊക്കെ നടന്നു. എന്തിനാണ്? ജമ്മു കാശ്മീരിൻ്റെ സ്റ്റാറ്റസ്, ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് അവരൊക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷേ അവർക്ക് മ്യൂച്വലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ടിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. ഇറ്റ് വാസ് ദസ് ഡിസൈഡഡ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വുഡ് റിഫ്ലക്ട് ദ പൊസിഷൻ അണ്ടർ ദ 1947 ഓഫ് under the 1947 ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ. അവസാനം എന്ത് തീരുമാനിച്ചു? 1947 ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെ അവിടെ തീരുമാനമുണ്ടായി. അവിടെയാണ് ആർട്ടിക്കിൾ 370 ജന്മമെടുക്കുന്നത്. ഷെയ്ഖ് അബ്ദുള്ള പ്രൊപ്പോസ്ഡ് ആൻ ഓൾട്ടർനേറ്റീവ് ഫോർമുലേഷൻ വിച്ച് സിംപ്ലി സ്റ്റേറ്റഡ് ദാറ്റ് ദ ഇന്ത്യൻ പാർലമെന്റ് വുഡ് ബി എൻറ്റൈറ്റിൽഡ് ടു ലെജിസ്ലേറ്റ് ഓൺലി ഓൺ ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. ഷെയ്ഖ് അബ്ദുള്ള മറ്റ് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫോർമുലേഷനാണ് പ്രൊപ്പോസ് ചെയ്തത്. അതിലെന്താ പറഞ്ഞിരുന്നത്? ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീരിലെ ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, കമ്മ്യൂണിക്കേഷൻസ് ഇതിൽ മാത്രം ലെജിസ്ലേറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോർമുലേഷനാണ് അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തത്. ലാസ്റ്റ് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. ദസ് ഓവർ റൈഡിംഗ് ദ ഷെയ്ഖ്സ് ഒബ്ജെക്ഷൻസ് ബട്ട് ഇൻ ഡിഫറൻസ് ടു ഹിസ് പ്രിൻസിപ്പിൾഡ് ഡിസഗ്രിമെന്റ്, ദ Ministry of States sent a draft proclamation to the Yuvaraj of Kashmir, Karan Singh, for signing. ഷെയ്ഖിൻ്റെ ഒബ്ജെക്ഷൻസിനെ ഒന്നും വിലക്കെടുക്കാതെ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് എന്ത് ചെയ്തു? കാശ്മീരിലെ യുവരാജായ കരൺ സിംഗിന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാഫ്റ്റ് പ്രൊക്ലമേഷൻ അയച്ചു കൊടുത്തു. അവർ ഷെയ്ഖ് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ മുഖവിലക്കെടുത്തില്ല. പകരം അവരെന്ത് ചെയ്തു? ഒരു ഡ്രാഫ്റ്റ് പ്രൊക്ലമേഷൻ കാശ്മീരിലെ യുവരാജായ കരൺ സിംഗിന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തു. ദിസ് വാസ് ദ ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ്സ് ദ കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ ഇൻ ദ യൂണിയൻ ഓഫ് ഇന്ത്യ, ബൈ വിച്ച് ഓൾ princely states that had acceded to India were required to accept the Constitution of India as their own through a public proclamation. ഈ ഒരു പബ്ലിക് പ്രൊക്ലമേഷനിലൂടെയാണ് കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ, ഇന്ത്യൻ യൂണിയനിൽ പ്രിൻസിലി സ്റ്റേറ്റ്സിൻ്റെ കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് ഈ ഒരു പബ്ലിക് പ്രൊക്ലമേഷൻ ആയിരുന്നു. ആ പ്രൊക്ലമേഷനിൽ എന്താണ് പറഞ്ഞത്? ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷനിൽ സൈൻ ചെയ്ത എല്ലാ പ്രിൻസിലി സ്റ്റേറ്റ്സും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോളോ ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഈ ഒരു പബ്ലിക് പ്രൊക്ലമേഷനിൽ പറഞ്ഞിരുന്നത്. This proclamation issued on November 25, 1949 did not accept the Constitution of India as Jammu and Kashmir's own. അപ്പോൾ 1949 നവംബർ 25 ഈ ഒരു പബ്ലിക് പ്രൊക്ലമേഷൻ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ജമ്മു ആൻഡ് കാശ്മീർ അംഗീകരിക്കുന്നുണ്ടോ? അത് ചെയ്യുന്നില്ല. ഇറ്റ് സ്റ്റേറ്റഡ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ സോ ഫാർ ആസ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു വുഡ് ഗവേൺ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ഓഫ് ഇന്ത്യ. ദിസ് വാസ് എ റെഫറൻസ് ടു ആർട്ടിക്കിൾ 370 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ
പബ്ലിക് പ്രൊക്ലമേഷൻ പ്രകാരമാണോ ജമ്മു കാശ്മീരിൽ ഭരണം നടക്കുന്നത്? ആർട്ടിക്കിൾ 370 പ്രകാരം ഒരു സ്പെഷ്യൽ പ്രൊവിഷനിലൂടെയാണ് എന്ത് നടക്കുന്നത്? ജമ്മു കാശ്മീരിൽ ഭരണം നടക്കുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു എന്ത് റോൾ ഓഫ് VP മേനോൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ യൂണിയൻ ആൻഡ് ദ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. എന്താണ് ഇന്ത്യൻ യൂണിയനും? അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്തല്ലേ? അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിൽ സ്റ്റേറ്റ്സ് ഒക്കെ റീഓർഗനൈസ് ചെയ്യപ്പെട്ടത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദ പ്രോസസ് ഓഫ് നേഷൻ ബിൽഡിംഗ് ഡിഡ് നോട്ട് കം ടു ആൻ എൻഡ് വിത്ത് പാർട്ടീഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. പാർട്ടീഷനിലൂടെയോ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ ഇന്റഗ്രേഷനിലൂടെയോ മാത്രം നേഷൻ ബിൽഡിംഗ് എന്ന പ്രോസസ്സ് അവസാനിച്ചില്ല. നൗ ദ ചാലഞ്ച് വാസ് ടു ഡ്രോ ദ ഇന്റേണൽ ബൗണ്ടറീസ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ ഇന്റേണൽ ബൗണ്ടറീസ് ഡ്രോ ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ challenge. The boundaries had to be drawn in a way so that the linguistic and cultural plurality of the country could be reflected without affecting the unity of the nation. അപ്പോൾ ബൗണ്ടറീസ് വരയ്ക്കുമ്പോൾ അത് എങ്ങനെയിരിക്കണം? ഒരു സ്റ്റേറ്റിന്റെ ലിംഗ്വിസ്റ്റിക്കോ അല്ലെങ്കിൽ കൾച്ചറൽ പ്ലൂറാലിറ്റിയോ ഒന്നും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യണം, അതിലൊന്നും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നേഷന്റെ യൂണിറ്റിയെയും ഈ ബൗണ്ടറീസ് ഡ്രോ ചെയ്യുന്നത് വഴി അഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ബൗണ്ടറീസ് വരയ്ക്കുമ്പോൾ അതെങ്ങനെയായിരിക്കണം? ഒരു സ്റ്റേറ്റിന്റെ ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ പ്ലൂറാലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കണം ബൗണ്ടറീസ് ഡ്രോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നേഷന്റെ യൂണിറ്റി അത് എഫക്റ്റ് ചെയ്യാനും പാടില്ല. അവർ ലീഡേഴ്സ് felt carving out the states on the basis of languages might lead to disruption and disintegration. അപ്പോൾ നമ്മുടെ ലീഡേഴ്സിന് എന്ത് ഫീൽ ചെയ്തു? സ്റ്റേറ്റ്സിനെ ലാംഗ്വേജിന്റെ ബേസിസിൽ ഡിവൈഡ് അതിന് ലാംഗ്വേജിന്റെ ബേസിസിൽ അതിനുള്ള ബൗണ്ടറീസ് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്റപ്ഷനിലേക്കും ഡിസിന്റഗ്രേഷനിലേക്കും ഒക്കെ നയിക്കുമെന്ന് ലീഡേഴ്സിന് തോന്നാൻ തുടങ്ങി. ഞാൻ ഒന്നും കൂടെ പറയാം. ലീഡേഴ്സിന് എന്ത് തോന്നാൻ തുടങ്ങി? ഓരോ സ്റ്റേറ്റിനെയും അതിൻ്റെ ലാംഗ്വേജിൻ്റെ ബേസിസിൽ നമ്മൾ അതിൻ്റെ ബൗണ്ടറീസ് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അതവിടെ നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ഡിസ്റപ്ഷനും ഡിസിന്റഗ്രേഷനും ഒക്കെ കാരണമാകുമെന്ന് നമ്മുടെ ലീഡേഴ്സിന് തോന്നാൻ തുടങ്ങി. The Vishalandra movement demanded that the Telugu-speaking areas should be separated from the Madras province. അപ്പോൾ വിശാലാന്ധ്ര മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആന്ധ്ര ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ് വിശാലാന്ധ്ര മൂവ്മെന്റ്. അതെന്താണ് ഡിമാൻഡ് ചെയ്തത്? തെലുങ്ക് സ്പീക്കിംഗ് ഏരിയാസ് ഒക്കെ മദ്രാസ് പ്രോവിൻസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യണം എന്ന് വിശാലാന്ധ്ര മൂവ്മെന്റ് ഡിമാൻഡ് ചെയ്തു. ഇൻറ്റു എ സെപ്പറേറ്റ് ആന്ധ്ര പ്രോവിൻസ്. മദ്രാസ് പ്രോവിൻസിൽ നിന്നും തെലുങ്ക് സ്പീക്കിംഗ് ഏരിയാസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് പകരം ഒരു ആന്ധ്ര പ്രോവിൻസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു സെപ്പറേറ്റ് ആന്ധ്ര പ്രോവിൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിശാലാന്ധ്ര മൂവ്മെന്റ് ഡിമാൻഡ് ചെയ്തു. പോറ്റി ശ്രീരാമലു, എ കോൺഗ്രസ് ലീഡർ, went on an indefinite fast that led to his death after 56 days. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പോറ്റി ശ്രീരാമലു, ഒരു കോൺഗ്രസ് ലീഡറും ഒരു ഗാന്ധിയനും ഒക്കെ ആയിട്ടുള്ള പോറ്റി ശ്രീരാമലു ഒരു ഇൻഡെഫിനിറ്റ് ഫാസ്റ്റ്, ഒരു അനിശ്ചിത നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് കടന്നു. 56 ദിവസത്തെ നിരാഹാരത്തിന് ശേഷം അദ്ദേഹം മരിച്ചുപോയി. ദിസ് കോസ്ഡ് ഗ്രേറ്റ് അൺറസ്റ്റ് ആൻഡ് റിസൾട്ടഡ് ഇൻ വയലന്റ് ഔട്ട്ബേഴ്സ് ഇൻ ആന്ധ്ര റീജിയൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തോടെ ആന്ധ്ര റീജിയനിൽ ഒരുപാട് വയലന്റ് ആയിട്ടുള്ള ഔട്ട്ബേഴ്സ്റ്റും അതുപോലെ അൺറസ്റ്റും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. പീപ്പിൾ ഇൻ ലാർജ് നമ്പേഴ്സ് ടുക്ക് ടു ദ സ്ട്രീറ്റ്സ്. അപ്പോൾ ജനങ്ങളെല്ലാം സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ മരണത്തിന് കാരണമായ ഈ ഒരു പ്രശ്നത്തിനെതിരെ അവരൊക്കെ പ്രതികരിക്കാനായിട്ട് തുടങ്ങി. മെനി വെയർ ഇഞ്ചേർഡ് ഓർ ലോസ്റ്റ് ദെയർ ലീവ്സ് ഇൻ പോലീസ് ഫയറിംഗ്. ഒരുപാട് ആൾക്കാർക്ക് പോലീസ് ഫയറിംഗിൽ പരിക്കേൽക്കുകയും അവരുടെ ജീവൻ നഷ്ടമാവുകയും ഒക്കെ ചെയ്തു. മദ്രാസിൽ ഒരുപാട് ലെജിസ്ലേച്ചേഴ്സ് അവരുടെ സീറ്റ്സ് ഒക്കെ ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ബേസിസിൽ അവരുടെ സീറ്റ്സ് ഒക്കെ ഒരുപാട് ലെജിസ്ലേച്ചേഴ്സ് റിസൈൻ ചെയ്തു. ഫൈനലി ദ പ്രൈം മിനിസ്റ്റർ അനൗൺസ്ഡ് ദ ഫോർമേഷൻ ഓഫ് എ സെപ്പറേറ്റ് ആന്ധ്ര സ്റ്റേറ്റ് ഇൻ ഡിസംബർ 1952. അവസാനം പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തു? 1952 ഒരു സെപ്പറേറ്റ് ആന്ധ്ര സ്റ്റേറ്റിന്റെ ഫോർമേഷൻ അനൗൺസ് ചെയ്തു. എപ്പോഴാണ്? 1952 ഡിസംബറിൽ
അപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഒരു സെപ്പറേറ്റ് ആന്ധ്ര സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ അനൗൺസ് ചെയ്തു. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ സെറ്റപ്പ് ഇൻ 1953 ഫോർ റീഡ്രോയിങ് ബൗണ്ടറീസ്. അപ്പോൾ ബൗണ്ടറീസ് ഒക്കെ റീഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1953 ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ നിയമിക്കപ്പെട്ടു. ഓൺ ദാറ്റ് ബേസിസ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 വാസ് പാസ്ഡ്. അപ്പോൾ 1953 സ്റ്റേറ്റ്സിന്റെ ബൗണ്ടറീസ് ഒക്കെ റീഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ നിലവിൽ വന്നു. അതിൻ്റെ ബേസിസിൽ 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കി. അങ്ങനെ 14 സ്റ്റേറ്റ്സ് ആൻഡ് 6 യൂണിയൻ ടെറിട്ടറീസ് ഫോംഡ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറീസും ഫോം ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ യൂണിയൻ ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് ആക്ട്സ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇൻഡിപെൻഡൻസിന് ശേഷം എങ്ങനെയാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തത്, അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ, അതുപോലെ എന്തൊക്കെ കാശ്മീരിൻ്റെയും ഭോപ്പാലിൻ്റെയും മണിപ്പൂരിൻ്റെയും ഒക്കെ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് പഠിച്ചു. ഇതിലൊക്കെ റോൾ ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ എന്താണെന്ന് പഠിച്ചു. റോൾ ഓഫ് VP മേനോൻ. അതുപോലെ ഇപ്പോൾ പഠിച്ചത് എന്താണ്? ഇന്ത്യൻ യൂണിയൻ ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.